സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മൾ എന്താ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇമു സമയം ഇപ്പോൾ നമ്മുടെ ലൂഫിനെ ഏകദേശം കൊല്ലാനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ലൂഫിനെ ആരായിരിക്കും സേവ് ചെയ്യാൻ പോകുന്നത്? ഇതിനുള്ള 2-3 പോസിബിലിറ്റീസ് ആണ് നമ്മൾ എന്താ വീഡിയോയിൽ നോക്കുന്നത്. അത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിൽ നിന്ന് അനബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിയുള്ളൂ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചാപ്റ്ററിൽ നമ്മുടെ സ്കോപ്പർ ഗവാൻ വന്നിട്ട് നമ്മുടെ ഇമു സാമിനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗബാന് നമ്മുടെ ഇമുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? അതിന് മാത്രം സ്ട്രെങ്ത് നമ്മുടെ ഗബാനുണ്ടോ? എനിക്ക് ഡൗട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഫി ഗിയർ 5 പോയിട്ടു, അതുപോലെ നമ്മുടെ ലോക്കിക്ക് പോലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഇമു സാമിനെ ഗബാൻ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനാണ്? അതുകൊണ്ട് ഗബാൻ എന്തായാലും പൂർണ്ണമായിട്ട് നമ്മുടെ ഇമു സാമിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ടൈം ലിമിറ്റ് എക്സ്പയർ ആക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗബാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഇമു സാമിനെ റിസ്ട്രെയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ ഗബാൻ അറിയുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഗബാൻ ഒരു പക്ഷേ നമ്മുടെ ഇമു സാമിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയേക്കും. ഇനിയിപ്പോൾ ഗബാനും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മങ്കി ഡ്രാഗൺ അവിടെ വരേണ്ടി വരും. ഡ്രാഗന്റെ പവേഴ്സ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ലെങ്കിലും ഡ്രാഗന്റെ പവേഴ്സ് റിവീൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മൂവ്മെന്റ് ആണ് ഇത്. അതുകൊണ്ട് നമ്മുടെ ഡ്രാഗന്റെ എൻട്രി നമുക്കൊരു പോസിബിലിറ്റി ആയിട്ട് കാണാൻ പറ്റും. പിന്നെയുള്ളൊരു പോസിബിലിറ്റി നമ്മുടെ സോറോയും സാഞ്ചിയും നമ്മുടെ കില്ലിംഗ് ഹാമിന്റെ കൂടിയും സോമേഴ്സിന്റെ കൂടിയും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫൈറ്റിന്റെ അവസാനം നമ്മുടെ സാഞ്ചിയും സോറോയും കൂടി നമ്മുടെ കില്ലിംഗ് ഹാമിനെയും സമേഴ്സിനെയും ഒരു പക്ഷേ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇമൂസാമയ്ക്ക് ഒരു പക്ഷേ അവരുടെ ഡെത്തോ അല്ലെങ്കിൽ അവരെ ഡിഫീറ്റ് ചെയ്തതോ ഒരു പക്ഷേ നെഗറ്റീവായി ബാധിച്ചിരിക്കാം. നമുക്കറിയാം നമ്മുടെ ലോക്കി കൊല്ലങ്ങൾക്ക് മുമ്പ് ഹെറൾഡിനെ കൊന്നപ്പോൾ നമ്മുടെ ഹെറൾഡിൻ മരിച്ചതോടുകൂടി നമ്മുടെ ഇമൂസാമയ്ക്ക് അതിനുള്ള എന്തൊക്കെയോ എഫക്റ്റ് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇമൂസാമ കുറച്ച് വീക്കായി കാണിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഒരു പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ കില്ലിംഗ് ഹാമിനെയും സമേഴ്സിനെയും നമ്മുടെ സോറോയും സാഞ്ചി ഡിഫീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എഫക്റ്റ് നമ്മുടെ ഇമൂസാമയ്ക്കും കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അങ്ങനെയായിരിക്കും ഒരു പക്ഷേ ഇമൂസാമയ്ക്ക് ഇപ്പോൾ എൽബാഫിൽ നിന്ന് റിട്രീറ്റ് ചെയ്യേണ്ടി വരിക. നമ്മുടെ കില്ലിംഗ് ഹാമിനെയും സമേഴ്സിനെയും സോറോയും സാഞ്ചിയും കൂടി ഡിഫീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോസിബിലിറ്റി സത്യമാവാനാണ് ചാൻസ് കൂടുതൽ. ഈ ഒരു സമയത്തിലായിരിക്കും നമ്മുടെ നമ്മുടെ ഗബാൻ നമ്മുടെ ഇമൂസാമയ്ക്ക് നല്ലൊരു സ്ട്രൈക്ക് കൊടുത്ത് നമ്മുടെ ഇമൂസാമേന നമ്മുടെ എൽബാഫിൽ നിന്ന് റിട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ ആക്കിയെടുക്കുന്നത്. സോ ഈ ഒരു തിയറി സത്യമാവാനാണ് ചാൻസ് കൂടുതൽ, അല്ലാതെ വേറൊരു പോസിബിലിറ്റി ഒന്നും ഞാനിപ്പോൾ കാണുന്നില്ല. നിങ്ങൾക്ക് ഈ 2 പോസിബിലിറ്റീസിൽ ഏത് സത്യമാവാനാണ് ചാൻസ് കൂടുന്നു തോന്നുന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് തീരുള്ളൂ. എന്നാൽ മറ്റൊരു ദിവസം മറ്റു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.